നടൻ ധർമ്മജൻ ബോൾഗാട്ടി രണ്ടാമതും വിവാഹിതനായത് വലിയ വാർത്തയായതായിരുന്നു. നേരത്തെ വിവാഹം രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് ഭാര്യയെ വീണ്ടും വിവാഹം കഴിക്കുകയും അത് രജിസ്റ്റർ ചെയ്യുകയുമാണ് നടൻ ചെയ്തത്. എന്നാൽ ഇത് സൂചിപ്പിച്ചുകൊണ്ട് പങ്കുവച്ച പല പോസ്റ്റുകളും തെറ്റിദ്ധാരണകൾക്ക് വഴിയൊരുക്കി എന്നതാണ് സത്യം. ധർമ്മജന്റേത് രണ്ടാം വിവാഹമാണെന്ന തരത്തിൽ പ്രചരണം വന്നതോടെ സുഹൃത്തായ പിഷാരടി അടക്കമുള്ളവരോട് പലരും ചോദ്യങ്ങളുമായി പോയെന്ന് പറയുകയാണ് ധർമ്മജൻ ഇപ്പോൾ. ഒരു അഭിമുഖത്തിലൂടെയാണ് ഇക്കാര്യം ധർമ്മജൻ പറഞ്ഞത്. ഒരു അഭിമുഖത്തിൽ ഹണിമൂണിനെ കുറിച്ചടക്കം ധർമ്മജൻ പങ്കുവച്ചിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ രണ്ടാമത്തെ ഹണിമൂൺ വീടിന്റെ മുകളിലത്തെ നിലയിലായിരുന്നു. വേറെ എവിടെ പോകാനാണ്, കുറെ പരിപാടികളുമുണ്ട്. ധ്യാൻ ശ്രീനിവാസനൊപ്പം അഭിനയിക്കുന്ന സിനിമയടക്കം നിരവധി പ്രൊജക്ടുകളാണ് വരാനുള്ളതെന്നാണ് ധർമ്മജൻ പറയുന്നത്. മാത്രമല്ല, താൻ വീണ്ടും വിവാഹിതനായതിന്റെ പേരിൽ കിടക്കപ്പുറത്ത് ഇല്ലാതെയായത് നടൻ പിഷാരടിക്കാണെന്നാണ് ധർമ്മജൻ പറയുന്നത്. ഇങ്ങനൊരു വിവാഹത്തിന് മുതിരുമ്പോൾ മാധ്യമങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് പോസ്റ്റ് ഇട്ടത്. ഇത് കണ്ടിട്ട് പിഷാരടി എന്നെ വിളിച്ചു, എടാ നീ വീണ്ടും വിവാഹം കഴിക്കാൻ പോവുകയാണോ, നീ വേറെ കെട്ടി എന്ന് പറഞ്ഞ് പലരും എന്നെ വിളിച്ചു ചോദിക്കുകയാണ്. ഇക്കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞ് വേറൊരു പോസ്റ്റ് ഇടാനും പിഷാരടി എന്നോട് ആവശ്യപ്പെട്ടു. നടൻ സിദ്ദിഖിന്റെ സഹോദരനും നടനുമായ മജീദിക്ക അടക്കമുള്ളവർ പിഷാരടിയെ വിളിച്ച് ധർമ്മജൻ വേറെ കെട്ടിയോ എന്നൊക്കെ ചോദിച്ചിരുന്നു. എന്നാൽ ഞാൻ ആദ്യം ഇട്ട പോസ്റ്റിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എൻ്റെ ഭാര്യ വിവാഹിതയാവുന്നു, വരൻ ഞാൻ തന്നെയാണ്, അതിൽ എല്ലാമുണ്ട് എന്നാണ് ധർമ്മജൻ പറയുന്നത്. സത്യത്തിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. എന്നെപ്പോലെ ഒളിച്ചോടി വിവാഹം കഴിച്ച ഒരുപാട് പേരുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് എൻ്റെ രജിസ്റ്റർ മാരേജ് ഒരു മാതൃകയാവട്ടെ എന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. അത് നന്നായെന്ന് പിന്നാലെ എനിക്ക് മനസ്സിലായി. കാരണം ഞങ്ങളും ഇങ്ങനെ വിവാഹം കഴിച്ചതാണ്. അയ്യോ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ എന്നൊക്കെ ചോദിച്ച് എന്നെ ഒരുപാട് പേർ വിളിച്ച് പറഞ്ഞിരുന്നു. ഇക്കൂട്ടത്തിൽ സമൂഹത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾ പോലും ഉണ്ടായിരുന്നു. അവരൊക്കെ വിവാഹം രജിസ്റ്റർ ചെയ്യാതെ നിൽക്കുന്നവരായിരുന്നു. ഇങ്ങനെ ചെയ്യണമല്ലേ, ഞങ്ങളിത് ശ്രദ്ധിച്ചിരുന്നില്ലെന്നൊക്കെയാണ് പലരും പറഞ്ഞത്. 16 വർഷം മുമ്പാണ് ഞാൻ വിവാഹിതനായത്. ഇത്രയും വർഷമായിട്ടും ഇവന് തലയ്ക്ക് വെളിവില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. ഇത്രയും കാലം ഞാൻ അതൊന്നും കാര്യമാക്കാതെ പോവുകയായിരുന്നു. ആളുകൾ 2ഉം 3ഉം ഒക്കെ കെട്ടാറുണ്ട്. സിനിമയിലാവുമ്പോൾ അത് വാർത്തയാവുമെന്നും ധർമ്മജൻ പറയുന്നു.